പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷിത പ്രവർത്തകർക്കും ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ഒപ്പം തന്നെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ദൈവവചനങ്ങൾ നമ്മുടെ ധ്യാനം സാത്താൻ്റെ പ്രലോഭനങ്ങളും അവൻ്റെ കെണികളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് സാത്താൻ നമ്മളെ എങ്ങനെയൊക്കെയാണ് പ്രലോഭിപ്പിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ദൈവവചനത്തിന് സാത്താൻ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ്. ദൈവവചനം പ്രഘോഷിക്കുന്നതിന് ദൈവവചനം ത്തിൻ്റെ വ്യാപനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് നമ്മളിങ്ങനെ പൗലോസ്ലീഹായുടെ അനുഭവത്തിൽ നിന്നും ആമോസ് പ്രവചനത്തിൽ നിന്നൊക്കെ നമ്മൾ കേട്ടു. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും പിശാചിൽ നിന്നുള്ളവനാണ്. നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും പിശാചിൽ നിന്ന് ഉള്ളവനാണ്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള വാക്യങ്ങൾ പറയുന്നത് ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും നമുക്ക് അറിയാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം ആരംഭിക്കുന്നത്. 10-ാമത്തെ വാക്യം: ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. എന്നിട്ടാണ് പറയുന്നത്: നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുമുള്ളവനല്ല, സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവേ, ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, നീതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ, സ്നേഹമെന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് കൽപ്പിച്ച നാഥ, ഞങ്ങൾക്ക് അവിടുത്തെ മക്കളായി തീരുവാനുള്ള ആഗ്രഹം കർത്താവേ ഞങ്ങളിൽ ഉണ്ട്. അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ മക്കളായി തിരഞ്ഞെടുത്തു. കർത്താവേ, അവിടുത്തെ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ, വിശുദ്ധ ഗിവർഗീസകതായെ, ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ തോമാശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ഞങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനും ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി ഞങ്ങൾ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുവാനും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി, ക്രിസ്തു യേശുവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് നിറയുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് തരുമാറാകണമേ. ആമീൻ. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ പ്രിയമുള്ളവരെ, അതിൻ്റെ 3-ാമത്തെ അധ്യായം യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ന്റെ 1 നമ്മൾ വായിക്കുന്നത്: കണ്ടാലും എത്ര വലിയ സ്നേഹം പിതാവ് നമ്മോട് കാണിച്ചു, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മളെ ദൈവം വേർതിരിച്ചെടുത്തു. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നല്ല സത്യകുമ്പസാരം നടത്തി അനുതാപമുള്ള ജീവിതം, പരമാർത്ഥമുള്ള ഹൃദയത്തോടു കൂടി നമ്മൾ സഹോദരനെ സ്നേഹിച്ചും ദൈവകൽപ്പനകൾ പാലിച്ചും നമ്മൾ ജീവിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ധ്യാനത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, ജഡത്തിൽ നിന്ന് ജനിച്ച് ജഡമാണ്,
ജഡപ്രകാരമുള്ളവർക്കൊന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും പിശാചിൽ നിന്നുള്ളവനാണ്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ളവൻ്റെ പ്രവൃത്തി എന്തായിരിക്കും? ദൈവത്തിൽ നിന്നുള്ളവൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് തിരിച്ചറിയുന്നത് നീതി പ്രവർത്തിക്കുന്നത് വഴിയാണ്. നീതി പലരും പ്രവർത്തിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്, സ്വന്തം നീതിയാണ്. ഇവിടെ ദൈവത്തിൻ്റെ നീതിയാണ് അനുഷ്ഠിക്കേണ്ടതെന്നാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ നീതി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയും. അവിടെ നമ്മൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നതിനെക്കുറിച്ചൊന്നും ഉത്കണ്ഠപ്പെടേണ്ട, എന്ത് ധരിക്കും എന്നും ഉത്കണ്ഠപ്പെടേണ്ട. പിന്നെ 2 യജമാനന്മാരെ സേവിപ്പാൻ സാധ്യമല്ല, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. ഇങ്ങനെയെല്ലാം നമ്മളെ ആ 6-ാം അധ്യായത്തിൽ യേശു പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ ദൈവത്തിൻ്റെ നീതി അടങ്ങിയിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ദൈവത്തിൻ്റെ നീതിയാണത്. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തന്നെ ഉപദ്രവിച്ചവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് ഒരു ദൈവനീതിയാണ്. നാം പലപ്പോഴും പരാതിപ്പെടുന്നതും സംസാരിക്കുന്നതൊക്കെ എനിക്ക് നീതി കിട്ടിയില്ല എന്നാണ്. ഞാൻ നീതി കൊടുത്തോ എന്ന് പരിശോധന നമ്മളിൽ കുറവാണ്. എന്നിൽ നിന്ന് ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ശരിയായ നീതി കിട്ടിയോ? ശരിയായ നീതി ദൈവം പറഞ്ഞിരിക്കുന്ന നീതിയാണ്. യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ അതിശയിക്കണമെന്നാണ് പറഞ്ഞത്. അതിനെ അതിശയിപ്പിക്കണം. അതെങ്ങനെയാണ് അതിനെ അതിശയിപ്പിക്കുന്നത്? നിന്നോട് 1 മൈൽ ദൂരം നടക്കാൻ പറഞ്ഞാൽ നീ 2 മൈൽ പോവുക. നിന്റെ അങ്കി ചോദിക്കുന്നവന് പുറങ്കുപ്പായവും ഊരി കൊടുക്കുക. അപ്പോൾ നിനക്കുള്ളത് നിൻ്റേതെന്ന് നീ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ നിൻ്റേതെന്ന് നീ കരുതിയിരിക്കുന്നത് എന്തൊക്കെയുണ്ടോ അത് അപരന്, നിൻ്റെ സഹോദരനും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ള വിചാരമാണ് സത്യത്തിൽ ദൈവനീതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും പിശാചിൽ നിന്നുള്ള. അപ്പോൾ നീതി പ്രവർത്തിക്കുമ്പോൾ തന്നിൽ തന്നെ സഹോദരനെ സ്നേഹിക്കും, അല്ലെങ്കിൽ സഹോദരനെ സ്നേഹിക്കുന്നവൻ നീതി പ്രവർത്തിച്ചിരിക്കും. അപ്പോൾ അനീതിപരമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പൈശാചിക ബന്ധനത്തിലാണ്, അല്ലെങ്കിൽ പിശാചിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ കിട്ടി ജീവിക്കുന്നവരാണ് എന്നാണ് അതിൻ്റെ സത്യം. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ കർത്താവ് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണം. നമ്മൾ അന്നന്നത്തെ കാര്യത്തിലുള്ള ഒരു തീരുമാനം എടുത്തു പോകുമ്പോൾ മാത്രമേ നമ്മളിലുള്ള നീതി പുറത്തേക്ക് വരികയുള്ളൂ. നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചെല്ലാം പോകുമ്പോൾ നമ്മളിൽ നിന്ന് യഥാർത്ഥമായ നീതി കിട്ടേണ്ടവർക്ക് കിട്ടില്ല. നമ്മളിൽ നിന്ന് നീതി മറ്റുള്ളവർക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ? കാരണം യേശുക്രിസ്തു ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ചെയ്യുവൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് വായിച്ചത്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാർ. ഇതാണ് സത്യത്തിൽ നീതി. എനിക്ക് ഏതെല്ലാം ഭാഗത്ത് നിന്ന് നീതി കിട്ടിയില്ല എന്ന് ഞാൻ പരാതിപ്പെടുന്നുണ്ടോ ആ ഭാഗത്ത്
ആ അനീതി, ഞാൻ ഏതാണോ അനീതി എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്, അതേ സ്വഭാവമുള്ള പ്രവൃത്തി എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്ന വിധത്തിലാണോ എൻ്റെ പ്രവൃത്തി എന്ന് പരിശോധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്നു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം ദൈവത്തിൻ്റെ രാജ്യത്തിൽ അനീതിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അനീതി മനസ്സിൽ തോന്നിയ കായനോട് ദൈവം തന്നെ അവനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. നിന്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന ഈ ദുഷ്കൃത്യം ഇത് പിശാചിൽ നിന്നാണ്, പാപത്തിൽ നിന്നാണ്. പാപം ഇതാ നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൽ നിന്ന് എപ്പോഴും മനുഷ്യർക്ക് നീതി കിട്ടുന്നു എന്നുള്ളത് ഒരു പരമപ്രധാനമായ കാര്യമാണ്. ആ നീതി മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് അവനവനെ പരിശോധിക്കണം. അപ്പോൾ ഈ വചനം ഒരു പ്രസക്തമായൊരു വചനമാണ്. ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ഒരാൾ ദൈവനീതിയിലാണോ എന്ന് അയാളെ പരിശോധിക്കാനുള്ളൊരു വചനമാണിത്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ. ദൈവം നമുക്ക് എന്തൊക്കെ തന്നോ, നമ്മൾ ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നില്ലേ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിച്ചു ദൈവം. അപ്പം നമുക്ക് ദൈവം നീതി നൽകി. നാം അനീതി നിറഞ്ഞ ജീവിതം നയിക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ പുത്രനെ നൽകി നമുക്ക് നീതി ലഭിക്കത്തക്കവണ്ണം ഇടയാക്കി. അപ്പം നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവന് വേണ്ടി കഷ്ടതകളും മറ്റുള്ളവന് വേണ്ടി വേദനകളും എടുത്തുകൊണ്ട് അവനെ സഹായിക്കുമ്പോൾ, അല്ലെങ്കിൽ അവന് നമുക്ക് നഷ്ടം വരുത്തുമെന്നറിയുന്ന കാര്യങ്ങൾ അവരിടപെടുമ്പോൾ പോലും അവനോട് നമ്മൾ സമാധാനത്തിൽ വർത്തിക്കാൻ തയ്യാറായാൽ, എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ സമ്പത്തുകളോ ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളോ സുഖലോലുപതകളോ ആഡംബരങ്ങളോ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവൻ്റെ സങ്കടത്തിൽ വേദനയിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാരുണ്ടോ അവർക്കാണ് ഈ ദൈവനീതി കൊടുക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ നീതി ഈ ദൈവത്തിൻ്റെ നീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു എളുപ്പ വഴിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ നിയമവും പ്രവാചകന്മാരും എല്ലാം അതിനകത്ത് അടങ്ങി. അപ്പോൾ പഴയ നിയമത്തിലെ നിയമങ്ങളും പ്രവാചകന്മാരും ദൈവത്തെക്കുറിച്ച് ലോകത്തോട് സംസാരിച്ച കാര്യങ്ങളിൽ അനീതി ഉണ്ടായിരുന്നു എന്ന് യേശു പറയുന്നില്ല, അനീതി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. മറിച്ച് പിന്നെ അത് ലോകത്തിന് എങ്ങനെ അനീതിയായി തോന്നി? അത് പിശാചിൻ്റെ ഉപദേശം കേട്ട് ദൈവത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന് തെറ്റിപ്പോയി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കായനും ഹാബേലും അവർ ജ്യേഷ്ഠാനുജന്മാരാണ്. ഹാബേലിൻ്റെ മേൽ ദൈവം പ്രസാദിച്ചുവെങ്കിലും ഹാബേലിന് സഹോദരനിൽ നിന്ന് നീതി കിട്ടിയില്ല. സഹോദരൻ കായൻ അവനെ കൊന്നു. കാരണം എന്താണ്? കായൻ്റെ മേൽ ദൈവത്തിൻ്റെ സംസാരം ഉണ്ടായിട്ടും ദൈവം വ്യക്തമായി കായനോട്, നീ പാപം ചെയ്യാൻ ഇതാ നിൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടിരിക്കുന്നു, നിൻ്റെ സഹോദരന് എതിരെ നീ പാപം ചെയ്യാനായിട്ട് നിൻ്റെ ഹൃദയത്തിൽ നീ ചിന്തിക്കുന്നു. അതാണ് ആ പാപം വാതിൽക്കൽ കിടക്കുന്നു എന്ന് പറയുന്നത്. ആ പാപം വാതിൽക്കൽ കിടക്കുന്നു, നിൻ്റെ അടുത്ത് നിൻ്റെ ഇരിക്കുകയാണ്. ഇപ്പോൾ നീ അതിനെ ആ പാപചിന്തയെ കീഴടക്കണം.
സഹോദരനെ സ്നേഹിക്കണമെന്നുള്ള ചിന്ത കൊണ്ട് നിൻ്റെ മനസ്സ് നിറയണം. നീ ദൈവത്തിനെതിരെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, സഹോദരനെതിരെയല്ല. നീ ദൈവത്തിന് ബലിയർപ്പിച്ചപ്പോൾ ദൈവത്തിന് അർപ്പിക്കപ്പെട്ട ബലിയിൽ നിന്റെ മനസ്സിൻ്റെ അവസ്ഥ കറക്റ്റായിരുന്നില്ല. നിന്റെ ബലിയും നിന്റെ ദൈവസ്നേഹവും പൂർണ്ണമായിരുന്നില്ല. അതുകൊണ്ട് നിന്റെ ബലി ഞാൻ സ്വീകരിച്ചില്ല. ദൈവം അങ്ങനെ പറഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നിന്റെ ബലി ദൈവത്തിന് സ്വീകരിക്കാൻ തക്കവണ്ണമായിരുന്നില്ല. അതുകൊണ്ട് നീ പാപത്തിലേക്ക് ചായാതെ, നിന്റെ പടിവാതിൽ കിടക്കുന്ന പാപത്തിലേക്ക് നീ പോകാതെ, ദൈവത്തെ എങ്ങനെ തൃപ്തിപ്പെടുത്താം, ദൈവത്തെ നല്ലൊരു ബലി കൊടുത്ത് എങ്ങനെ സ്നേഹിക്കാം എന്ന് നീ മനസ്സിലാക്കുക, പഠിക്കുക എന്ന് ദൈവം പറഞ്ഞിട്ട് അതവൻ വകവച്ചില്ല, ചെവിക്കൊണ്ടില്ല. അതാണ് അവൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ അവനിലുള്ള അനീതി. അപ്പോൾ അവൻ ആ പാപത്തിനടി, കൊലപാതകം എന്ന് പറയുന്ന പാപത്തിന് അടിമയായിപ്പോയി. ആ അടിമ അതവൻ കേട്ടത് പിശാചിൻ്റെ വാക്കായതുകൊണ്ടാണ്. അപ്പോൾ ആര് അനുസരിക്കുന്നു? അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 36-37 വാക്യങ്ങൾ പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവകോപം അവൻ്റെ മേൽ എന്നേക്കും ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു വചനം നമ്മൾ ശ്രദ്ധിക്കുക. എന്താണ് ദൈവത്തിൻ്റെ നീതി? നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും പിശാചിൽ നിന്നുള്ളവനാണ്. എങ്ങനെയാണ് പിശാചിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ, പിശാച് അവനെ ജനിപ്പിച്ചു എന്നല്ല, പിശാചിൽ അവന് അധികാരമുള്ള രീതിയിലേക്ക് ഇവൻ്റെ പ്രവർത്തനം ലോകമോഹങ്ങളിലേക്ക് മാറി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെയുള്ള യാത്ര, ദൈവത്തോട് കൂടെയുള്ള വഴികൾ ഇടുങ്ങിയ വഴിയാണ്. അത് കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും സ്നേഹത്തിൻ്റെയും സ്നേഹത്തെ പ്രതിയുള്ള പരിത്യാഗത്തിൻ്റെയൊക്കെ വഴികളാണ്. ചുരുക്കി പറഞ്ഞാൽ അത് കുരിശിൻ്റെ വഴിയാണ്, സഹനത്തിൻ്റെ വഴിയാണ്. ആ വഴിയിലൂടെ പോകാൻ താല്പര്യമില്ലാത്തവർക്കുള്ള വഴിയാണ് വിശാലമായ വഴി, സാത്താൻ്റെ വഴി, ആഡംബരത്തിൻ്റെ, സുഖലോലുപതയുടെ, സഹോദരനെ കണ്ടിട്ടും കാണാതെ പോകുന്ന വഴി. നമുക്ക് ഈ നമ്മുടെ വഴി ഏതാണെന്ന് പരിശോധിക്കാം. നമുക്ക് ഇന്ന് ഈ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളത്തെ ഇതിൽ കേൾക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, നീതി പ്രവർത്തിക്കാത്തവനും ദൈവത്തിൻ്റെ രാജ്യത്തിൽ സ്വീകാര്യനല്ല, സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെയെന്ന് ഞങ്ങൾ ഇന്ന് വായിച്ചു കേട്ടു. ഒപ്പം തന്നെ ഞങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലൂടെ കേട്ടു, മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് അവർക്ക് ചെയ്യുക, ഇതാണ് നിയമവും പ്രവാചകന്മാരുമെന്നും. കർത്താവേ, ഇന്ന് എൻ്റെ പരാതി മുഴുവൻ മറ്റുള്ളവർ എന്നോട് അനീതി കാണിച്ചു എന്നാണ്. തിരിച്ച് ഞാൻ ഇന്നവരെയും എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ ചെയ്ത പ്രവൃത്തി നീതിയായിരുന്നു, ഞാൻ എൻ്റെ ഭാര്യയോട് ചെയ്ത പ്രവൃത്തി നീതിയായിരുന്നു, ഞാൻ എൻ്റെ ഭർത്താവിനോട് ചെയ്ത പ്രവൃത്തി നീതിയായിരുന്നു, ഞാൻ എൻ്റെ മക്കളോട് ചെയ്ത പ്രവൃത്തി നീതിയായിരുന്നു, ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരോട് ചെയ്ത പ്രവൃത്തി നീതിയായിരുന്നു, ഞാൻ എൻ്റെ സഹോദരങ്ങളോട്, ബന്ധുമിത്രങ്ങളോട്, ഞാൻ എൻ്റെ അയൽവാസികളോട്, ഞാൻ എൻ്റെ സമൂഹത്തോട്, എൻ്റെ ഇടവകയിലെ വൈദികനോട്, ശുശ്രൂഷകരോട്, രാഷ്ട്രീയ മേഖലയിലുള്ളവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറിയത്? എനിക്ക് നീതി കിട്ടിയില്ല എന്ന് ഞാൻ പലരോടും പരാതിപ്പെട്ടപ്പോൾ, ഭരണാധികാരികളിൽ നിന്ന് നീതി കിട്ടിയില്ല, ഗവൺമെൻറ്റിൽ നിന്ന് നീതി കിട്ടിയില്ല, പോലീസിൽ നീതി കിട്ടിയില്ല എന്നൊക്കെ ഞാൻ സങ്കടപ്പെടുമ്പോൾ, ഞാൻ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ, നാഥാ, എന്നിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടേണ്ട നീതി കിട്ടിയോ? എന്നിൽ നിന്ന് എൻ്റെ പിതാവിന്, എൻ്റെ അപ്പന് കിട്ടേണ്ട നീതി കിട്ടിയോ? എൻ്റെ അമ്മയ്ക്ക് കിട്ടേണ്ട നീതി കിട്ടിയോ? ഞാൻ പരിശോധിച്ചിട്ടില്ല കർത്താവേ. എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളും എനിക്ക് ലഭിക്കാതെ പോയ നീതി നിഷേധങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചൊക്കെ നടന്നപ്പോഴേക്കും
എൻ്റെ കാലം ഒത്തിരി വൈകി, എനിക്ക് സമയം വളരെ കുറവായി. നാഥ, ഇനിയെങ്കിലും ഉള്ള സമയത്തിനുള്ളിൽ, എത്ര നാളെനിക്കിവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, ആ നാളുകൾക്കുള്ളിൽ കർത്താവെ നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ, പിശാചിൻ്റെ മകനായിട്ടല്ല ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. എനിക്കുള്ള എല്ലാവരെയും വാഴ്ത്തണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ദൈവമേ നന്ദി, ദൈവമേ സ്തുതിയും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം കേൾക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.